കൊള്ളാം, നല്ല രസം, വളരെ നല്ല അടിപൊളി ഫിലിം. തകർത്തുണ്ട്. മലയാള സിനിമയുടെ വന്ന ഗ്രേറ്റസ്റ്റ് ആക്ട്രസ്സാണ്. പിന്നെ ഡയറക്ഷൻ നല്ലതാണ്. കുറച്ചൊരു നിലവാരം കൂട്ടായി. കോമഡി ലാഗ് അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് കോമഡിയാണ്, സെക്കൻഡ് ഹാഫ് സെൻറ്റിമെൻറ്റ്സ്. പക്കാ ഒരു ഫാമിലി പടമാണ്, കണ്ടിരിക്കാൻ പടം. നല്ല അടിപൊളി പടമായിട്ടുണ്ട്, നല്ല ഉഷാറായിട്ടുണ്ട്. പിന്നെ ഉർവശിമേഡം നല്ല പണ്ടത്തെ രൂപം തന്നെ, എന്നാലും വസ്ത്രധാരണത്തിൽ ഇപ്പം ചുരിദാർ അങ്ങനെയൊന്നും നല്ലതായിട്ടുണ്ട്. മോള് നല്ല ഉഷാറായിട്ടുണ്ട്. ദുർഗ അല്ല, പിന്നെ അവസാനത്തെ സീന് നമുക്കൊരു കരച്ചിൽ വരുന്ന ഒരു ഓ ചിരിക്കാനും ഉണ്ട്, കരയാനും ഉണ്ട് അല്ലേ, ഒരു അല്ലേ അവസാനത്തെ സീൻ വരുമ്പോൾ. പ്രേക്ഷകർക്കും എന്താ പറയുക, വന്ന് കാണാൻ ഒരിക്കലും ഒരു എന്താ പറയുക ബാഡ് മൂവി ഒരിക്കലും പറയാൻ കഴിയില്ല. ഫാമിലി വാല്യൂസിനാണ് ഏറ്റവും കൂടുതൽ ഇത് കൊടുത്തിരിക്കുന്നത്. ഒരു കുടുംബത്തോട് കൂടിയിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം സിനിമാ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മൂവി. വളരെയധികം അനുഭവങ്ങളുണ്ടായി. ഇന്നലെ MLA മിനിസ്റ്റേഴ്സിന് കൂടെ ഇരുന്ന സമയത്തും എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇനി കുടുംബ പ്രേക്ഷകരാണ് ഇതിൻ്റെ ആൻസർ തരേണ്ടത്. എല്ലാവരും തിയേറ്ററിൽ വന്ന് ഇത് കാണണമെന്നും വിജയിപ്പിക്കണമെന്നും ഇതോടുകൂടി അഭ്യർത്ഥിക്കുന്നു. വലുതോ ചെറുതോ എന്നുള്ള സംഭവമില്ല. മോഹൻലാലോ അല്ലെങ്കിൽ രജനീകാന്തോ വലിയ വലിയ മൂവീസസ് അല്ലെങ്കിൽ വലിയ പ്രശസ്തരായിട്ടുള്ള വലിയ ബഡ്ജറ്റഡ് മൂവീസ് തന്നെ പലതും നമ്മൾക്ക് ഫീൽ ചെയ്യാതെ പോയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒന്നിനും വലുത് ചെറുത് എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. എന്നാൽ വളരെ ചെറിയ മൂവീസ് വളരെയധികം പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ RDX, അതേ സമയത്തായിരുന്നു വേറെ മൂവീസ്, വലിയ മൂവീസ് വന്ന കാലത്തും അത് എത്രയോ പെർഫോം ചെയ്തു. ഒരു പ്രേക്ഷകർ ഒരു മൂവിയെ എങ്ങനെ എടുക്കുന്നു, അതിൽ നിങ്ങൾക്കൊരു ശുദ്ധമായ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ക്യാപ്ഷൻ എഴുതിയിരിക്കുന്ന വെൽത്തായി മൂവീസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. വെൽത്ത് ക്യാപിറ്റലും I സ്മോളുമാണ്. ആ I റിസംബിൾ ചെയ്യുന്നത് നമ്മളുടെ ഇമോഷൻസിനെയാണ്. ആ ഇമോഷൻസ് നമ്മളാണ് ഒന്നിനുള്ള വാല്യൂ എന്തെന്ന് കൊടുക്കുന്നത്. ഒരു മനുഷ്യ മനസ്സിനെ എങ്ങനെ സ്പർശിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഒരു മൂവിയിൽ നിന്ന് ഒരു മനുഷ്യന് എന്താണോ കിട്ടുന്നത് അതിലാണ് ആ വാല്യൂ. അല്ലാതെ ബഡ്ജറ്റിലോ വലിയ സ്റ്റാർസിലോ സ്റ്റാർ കാസ്റ്റിലോ ഒരിക്കലുമല്ല. അതൊരു തെറ്റായ ധാരണയാണ്. കണ്ടില്ലേ, മൂവിയെ കുറിച്ച് ഞാനല്ല പറയട്ടെ, കണ്ടിട്ട് നിങ്ങളല്ലേ അഭിപ്രായം പറയട്ടെ. നിങ്ങൾ എന്താ കാണാത്തത്? എന്താ പടം എക്സ്പീരിയൻസ് പറഞ്ഞാൽ മതി. സിനിമ അടുത്ത ഷോ എല്ലാവരും നിങ്ങൾ കാണണം, അതിനുശേഷം ഈ അഭിപ്രായം ചോദിക്കാം. കണ്ടിട്ട് നിങ്ങൾ പറയണം പടം കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അല്ലേ. അത് കേൾക്കാനല്ലേ ഞാനും, എനിക്കും ആഗ്രഹം അതല്ലേ. നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനല്ലേ എനിക്കും ആഗ്രഹം. അവിടെ എനിക്ക് കണ്ടിട്ട് എന്താ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒപ്പം ഇരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഒത്തിരി ചിരിപ്പിച്ച് അവസാനം കണ്ണു നിറയിച്ചൊരു സിനിമയാണ്. ഫാമിലിക്കും പിന്നെ എല്ലാ ബന്ധങ്ങൾക്കും, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമയാണ് ഐറിൻ അറേബ്യ. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയും. നല്ലൊരു ഫാമിലി എൻ്റർടൈനാണ്. എനിക്ക് അധികം ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് തിയേറ്ററിൽ വന്ന് കാണണമെന്ന്